കുറഞ്ഞ ഫീസിൽ കൂടുതൽ സൗകര്യത്തോടെ നിലമ്പൂർ ഗുഡ് ഹോപ്പ് എന്നും നിങ്ങൾക്കൊപ്പം. ഇന്ന് തന്നെ ഗുഡ് ഹോപ്പ് സ്കൂൾ സന്ദർശിച്ച് ബോധ്യപ്പെട്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിലമ്പൂർ. കാളികാവ് ജംഗ്ഷനിൽ റോഡ് നവീകരണം ഇപ്പോഴും പാതിവഴിയിൽ തന്നെ. ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് പതിവായി. അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ഏറെ നാളത്തെ മുറവിളിക്കൊടുവിലാണ് കാളികാവ് ജംഗ്ഷനിലെ വണ്ടൂർ റോഡ് ഭാഗികമായി നവീകരണം നടത്തിയത്. എന്നാൽ അഴുക്കുചാൽ പ്രവൃത്തി പാതിവഴിയിൽ നിർത്തിവച്ചിരിക്കുകയാണ്. മഴ പെയ്താൽ ജംഗ്ഷനിൽ മുട്ടോളം വെള്ളം പൊങ്ങും. ജംഗ്ഷനിലെ അഴുക്കുചാൽ പാടെ മൂടിക്കിടക്കുകയാണ്. ഇതാണ് വെള്ളക്കെട്ടിന് കാരണം. മലയോര ഹൈവേയുടെ ഭാഗമായി ജംഗ്ഷനിൽ വണ്ടൂർ റോഡിന്റെ 30 മീറ്റർ നീളം നവീകരിച്ചു. ഇതിന്റെ ഭാഗമായി കുറച്ചു ഭാഗം മാത്രം അഴുക്കുചാൽ നിർമ്മിച്ചു. ഇതോടെ ബാക്കിയുള്ള ഭാഗം അഴുക്കുചാൽ പാടെ അടഞ്ഞു പോവുകയും ചെയ്തു. ഈ ഭാഗം പഴയ സ്ലാബുകൾ എടുത്തു മാറ്റി ചാലിലെ ചെളിയും ചപ്പുചവറുകളും മാറ്റിയാലേ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കഴിയുകയുള്ളൂ. ഈ പ്രവൃത്തി ചെയ്യാൻ PWDയും തയ്യാറാകുന്നില്ല. സാധാരണ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താറുണ്ട്. ഈ വർഷം അതും നടത്തിയിട്ടില്ല. ഒറ്റ മഴ പെയ്താൽ മണിക്കൂറുകൾ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. നാട്ടുകാർ പല പ്രാവശ്യം ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. വേനൽ മഴ പെയ്തിട്ട് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. ഈ ഭാഗത്തുള്ള ക്ലിനിക്കുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും പ്രവേശിക്കാനും പ്രയാസമാണ്. വർഷക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാളികാവ് റോഡിന്റെ പഴയ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥയാണ് കാണുന്നത്. ULCCക്കാർ പണി പകുതിയിലെടുത്ത് പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കാതെ നിർത്തി 2 ഓവുചാലുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ കിടക്കുന്ന ആശുപത്രിയിലും ലാബിലേക്കും ജനങ്ങൾ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് നടക്കാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് പോകുന്നത്. എല്ലാ കടകളുടെയും മുന്നിലൂടെയാണ് ഇപ്പോൾ ആളുകൾ നടക്കുന്നത്. സൈഡിന് നടക്കാനുള്ള പാത ഉണ്ടായിട്ട് അതിലൂടെ നടക്കാൻ കഴിയാതെയാണ് ആളുകൾ ഈ ബുദ്ധിമുട്ടുന്നത്. ഒന്നുകിൽ പുതിയ ഭരണസമിതിയായ പഞ്ചായത്ത് ഇതിനൊരു പരിഹാരം കാണുക, അല്ലെങ്കിൽ ULCCൻ്റെ ആളുകൾ ഇതിനൊരു പരിഹാരം പറയാൻ കാണുക. ഇത് ജനങ്ങൾക്കും വേണ്ടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് ഇത് ഈ 2 കൂട്ടരിൽ ആരെങ്കിലും ഒരു കൂട്ടരെ ഏറ്റെടുത്ത് നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.